ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ത്രെഡ് പുള്ളിംഗ് ടെസ്റ്റ് എഫക്റ്റ് എങ്ങനെയാണ് ആഫ്റ്റർ എഫക്ട്സ് ഉപയോഗിച്ചിട്ട് വെറും 2 മിനിറ്റ് കൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് നോക്കാം. ഞാനിവിടെ ആഫ്റ്റർ എഫക്ട്സ് 26 ആണ് ഉപയോഗിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു വേർഷൻ തന്നെ വേണമെന്നൊന്നുമില്ല, ഏത് വേർഷനിലും ഇത് ചെയ്യാവുന്നതാണ്. കാരണം എക്സ്ട്രാ അഡീഷണൽ ആയിട്ട് യാതൊരു പ്ലഗിനും നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നില്ല. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ടെസ്റ്റ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ പേരാണ് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം ഞാൻ ഒരു റൂളർ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ പ്രോപ്പറായിട്ട് സെൻറ്റർ ലൈൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെനിക്ക് സ്ട്രേറ്റ് ലൈൻ കണ്ടുപിടിക്കാനും കൂടിയിട്ടാണ്. നിങ്ങൾ പെൻ ടൂൾ എടുത്തതിന് ശേഷം ഇങ്ങനെ വൃത്തിയായിട്ട് ഈ ഒരു ടെസ്റ്റിനെ ട്രേസ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. വളരെ കുറച്ച് മിനിമൽ പോയിന്റുകൾ ഉപയോഗിച്ചിട്ടുമാണ് അത് ട്രേസ് ചെയ്തെടുക്കാനായിട്ട്. നിങ്ങൾ വൃത്തിയായിട്ട് ട്രേസ് ചെയ്തെടുക്കുക. ട്രേസ് ചെയ്തതിന് ശേഷം നിങ്ങൾ ടെസ്റ്റ് ലെയർ ഡിസേബിൾ ചെയ്യുക. അതിനുശേഷം നേരെ നമ്മളുടെ ലെയർ സെലക്ട് ചെയ്യുക. ലെയറിൻ്റെ ഇവിടെ കാണുന്ന ഈ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്യുക. അത് എക്സ്പാൻഡ് ചെയ്തതിന് ശേഷം ഇവിടെ ആഡിൽ വന്നതിന് ശേഷം ക്ലിക്ക് ചെയ്ത് ട്രിം പാത്ത് ആക്ടിവേറ്റ് ചെയ്യുക. ട്രിം പാത്ത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതിനകത്ത് എൻഡ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിലിപ്പോൾ ആദ്യം നമുക്ക് എൻഡിലാണ് കീ ഫ്രെയിം വെക്കേണ്ടത്. അതായത് സ്റ്റാർട്ടിൽ 0, എൻഡിൽ 1 സെക്കൻഡിന് ശേഷം നിങ്ങൾക്ക് അതിൻ്റെ വാല്യൂ 100 ആക്കാം. അപ്പോൾ ഈ ഒരു ടെസ്റ്റ് ഇങ്ങനെ അനിമേറ്റ് ചെയ്ത് വരുന്ന രീതിയിൽ ആയിട്ടുണ്ടാവും. അതിനുശേഷം നമുക്കിനി ഇത് ഓരോ ലൈനായിട്ട് ഇങ്ങനെ പോകുന്നതായിട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നേരെ ഈ ഷേപ്പ് ലെയർ ഓപ്പൺ ചെയ്യുക. അതിനകത്ത് ഈ പാത്തിന് കീ ഫ്രെയിം കൊടുക്കുമ്പോൾ നമ്മളുടെ നേരത്തെ കീ ഫ്രെയിം എവിടെയാണോ എൻഡ് ചെയ്യുന്നത് അവിടെ നിന്ന് വേണം പാത്തിന് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യാനായിട്ട്. അതിനുശേഷം ഒരു സ്വല്പം നീക്കി വെക്കാം. അത് തൽക്കാലത്തേക്ക് നമുക്ക് എങ്ങനെ വേണമെങ്കിലും നീക്കി വെക്കാം. എന്നിട്ട് ശേഷം നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനാണ്. അതിനുശേഷം നിങ്ങൾ ഇവിടെ വന്നിട്ട് ടൂൾ വെച്ചിട്ട് ഇതിൻ്റെ പോയിന്റുകൾ ഇങ്ങനെ പുള്ള് ചെയ്യുക. ഇങ്ങനെ പുള്ള് ചെയ്ത് പോവുക. ഈ ഒരു രീതിയിൽ പുള്ള് ചെയ്ത് വെക്കാം. ഇങ്ങനെ പ്രോപ്പറായിട്ട് പുള്ള് ചെയ്ത് ഇതിൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്ത് ഇങ്ങനെ വെക്കാം. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പ്ലേ ചെയ്ത് നോക്കുക. പ്ലേ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾ ഇതിൻ്റെ കീ ഫ്രെയിമിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഈ സ്പീഡ് അഡ്ജസ്റ്റിൻ്റെ എല്ലാ കീ ഫ്രെയിമും ഇങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം ഓൾട്ട് പ്രസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ കീ ഫ്രെയിംസ് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇത് ആവശ്യമുള്ള സ്പീഡ്, അതായത് ഓരോ ആളുകളുടെ പേരിൻ്റെ ലെങ്ത് അനുസരിച്ച് ഇതിൻ്റെ സ്പീഡിൽ മാറ്റം വരും. അപ്പോൾ നിങ്ങൾ എന്താണ് എഴുതാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ലെങ്ത് അനുസരിച്ച് നിങ്ങൾ ഇങ്ങനെ ഈ രീതിയിൽ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഈ ഒരു അനിമേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു അനിമേഷൻ കഴിഞ്ഞതിന് ശേഷം എൻഡിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ട്രിം പാത്തിൻ്റെ തന്നെ സ്റ്റാർട്ടിന് കീ ഫ്രെയിം വെച്ചിട്ട് ഒരു സെക്കൻഡിന് ശേഷം ഇതിൻ്റെ വാല്യൂ 100 ആയിക്കഴിഞ്ഞാൽ ഈ അനിമേഷൻ നേരെ ഇവിടെ നിന്നും പോകുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഈ രീതിയിലാണ് ഈ അനിമേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ജസ്റ്റ് ഒരു 2 മിനിറ്റ്സ് മാത്രമേ ഈ ഒരു അനിമേഷൻ എടുക്കുള്ളൂ. ഇതിപ്പോൾ കറൻറ്റ്ലി ട്രെൻഡിങ്ങിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ട്രിക്കാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു അഗൈൻ. ബൈ.